ഗാസയെ വേരോടെ പറിച്ചെടുത്ത് ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോവുക. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആലോചിക്കുന്ന ഈ പദ്ധതിക്ക് കൊടിയ അഹങ്കാരം എന്ന ഒറ്റ വിശേഷണമേ ചേരൂ. സുഡാൻ, സൊമാലിയ, സോമാലിലാൻഡ് എന്നിവയുമായി അമേരിക്ക ചർച്ച നടത്തിക്കഴിഞ്ഞു എന്നാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തത്. ധാർമ്മികവും നിയമപരവുമായ പ്രശ്നങ്ങൾ മാത്രമല്ല ഈ തീരുമാനത്തിനുള്ളത്. ആയുധശക്തിയിലും സാങ്കേതിക അറിവിലും മേൽക്കൈ നേടിക്കഴിഞ്ഞാൽ ലോകത്തെ ഏത് ജനതയെയും കൃമികീടങ്ങളെപ്പോലെ അടിച്ചമർത്താം എന്നാണ് ഈ ധാർഷ്ട്യം കാണിക്കുന്നത്. മനസ്സിൽ ലവലേശമെങ്കിലും മനുഷ്യത്വം ബാക്കിയുള്ള ഒരാൾക്കും ആലോചിക്കാൻ കഴിയുന്നതല്ല ഇത്തരം കാര്യങ്ങൾ. ഗാസയിൽ യുദ്ധവിരാമത്തിന് ട്രംപ് നടത്തിയ അസാധാരണ തിടുക്കത്തിൽ തന്നെ ഒരു ചതിയുണ്ടാകുമെന്ന് ലോകം സംശയിച്ചതാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഇസ്രയേൽ ഓർക്കുന്നോ C-70യും കേരളവും. ക്രിസ്തുവിന് ശേഷം 70-ാം വർഷം റോമാക്കാർ നടത്തിയ കടന്നാക്രമണം ഇസ്രയേൽ മറന്നുപോയിട്ടുണ്ടാകില്ല. സോളമന്റെ 2ാം ദേവാലയവും കത്തിച്ച് മുഴുവൻ ഇസ്രയേലുകാരെയും നാടുകടത്തിയത് ചരിത്രരേഖകളിലുണ്ട്. കൂട്ടക്കൊലയും ബലാത്സംഗവും അതിജീവിച്ചവർ കപ്പൽ കയറി പല നാടുകളിലേക്ക് അലയുകയായിരുന്നു. അന്ന് 1000-ഓളം പേർ വന്ന് അഭയം തേടിയ തുറമുഖ നഗരത്തിന്റെ പേര് വഞ്ചി എന്നായിരുന്നു. വന്നത് 10,000 എന്നും സ്ഥിരീകരിക്കാത്ത കഥയുണ്ട്. ആ സ്ഥലമാണ് ഇന്നത്തെ കേരളത്തിലെ കൊടുങ്ങല്ലൂർ. നെടും ചേരലാതൻ എന്ന കരുണാമയനായ രാജാവ് കൈനീട്ടി സ്വീകരിച്ചതുകൊണ്ടാണ് വലിയൊരു വംശം ലോകത്ത് ബാക്കിയുണ്ടായത്. കേരളത്തിലേക്ക് കടന്നു വരുന്ന ആദ്യ വിദേശ മതമായിരുന്നു യഹൂദർ. അവിടെ ദേവാലയം കത്തിയപ്പോൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് സൗകര്യം ഒരുക്കിയത് ചേര ഭരണാധികാരികളാണ്. ഇങ്ങനെ പല രാജ്യങ്ങൾ അഭയം നൽകിയതുകൊണ്ടാണ് ഇന്ന് കാണുന്ന ഇസ്രയേൽ ജനത ബാക്കിയുണ്ടായത്. ഇല്ലെങ്കിൽ റോമാക്കാർ തല്ലി ഓടിച്ച ജനത കടലിൽ തന്നെ അവസാനിക്കുമായിരുന്നു. ഗാസ മുനമ്പിലുള്ളവർക്ക് സുന്ദരമായ ഒരു ദേശത്ത് താമസമൊരുക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ അറുവഷളൻ പ്രസ്താവന. ട്രംപ് പലസ്തീനികളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന 3 രാജ്യങ്ങൾ നോക്കുക. സുഡാനും സൊമാലിയയും സൊമാലിയയിൽ നിന്ന് വിഘടിച്ചു പോയുണ്ടായ സൊമാലിലാൻഡും. ഇത് 3ഉം കുപ്രസിദ്ധമായത് നിരന്തര കലാപങ്ങൾ കൊണ്ടാണ്. വംശീയതയുടെ പേരിൽ കൂട്ടക്കൊലകൾ നടക്കുന്ന രാജ്യങ്ങളാണ്. ലോകത്തെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളുടെ പട്ടികയിൽ വരുന്നവയുമാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ഈ 3 രാജ്യങ്ങളിൽ കണ്ട മനോഹാരിത എന്തായിരിക്കും? പട്ടിണിയാണോ? കലാപമാണോ? വംശവെറിയാണോ? കാടുകളിൽ നിന്ന് ആനയെ വേട്ടയാടി വരെ ഭക്ഷണം കണ്ടെത്തുന്ന ജനസമൂഹങ്ങളാണ്. അവരുടെ നടുവിലേക്കാണ് ലോകത്തെ ഉയർന്ന വിജ്ഞാന മൂല്യമുള്ള ജനതയെ അയക്കാൻ ഒരുങ്ങുന്നത്. താമസിക്കുന്ന സ്ഥലത്ത് യുദ്ധങ്ങൾ ഒഴിയുന്നില്ല എന്നേയുള്ളൂ. ഏറ്റവും ഭേദപ്പെട്ട ജീവിത സൗകര്യങ്ങളിൽ കഴിഞ്ഞവരാണ് ഗാസയിലെ ബഹുഭൂരിപക്ഷവും. ചരക്കുപാതകൾ ഇസ്രയേൽ അടച്ചതുകൊണ്ട് മാത്രം പട്ടിണി കിടക്കേണ്ടി വന്ന ജനതയുമാണ്. അമേരിക്കയിൽ നിന്ന് വിളി വന്നുവെന്നും കേട്ടപ്പോൾ തന്നെ സാധ്യമല്ലെന്ന് അറിയിച്ചുവെന്നുമാണ് സുഡാൻ വ്യക്തമാക്കിയത്. ഗാസയിലെ ജനങ്ങളെ ഏറ്റെടുത്താൽ ഭാവിയിൽ സാമ്പത്തിക സഹായമാണ് അമേരിക്ക വാഗ്ദാനം ചെയ്തത്. കലാപത്തിലെ ഇരകളായ ഒരു ജനതയെ എന്തിനേറ്റെടുക്കണം എന്നാണ് സുഡാൻ ചോദിച്ചത്. ഇരകൾക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ അവരെ പാർപ്പിക്കൂ എന്നായിരുന്നു സുഡാന്റെ മറുപടി. സൊമാലിയയും സൊമാലിലാൻഡും അമേരിക്കയുമായി നടത്തിയ ചർച്ചയെക്കുറിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ചർച്ച നടത്തിയെന്നോ നടത്തിയില്ല എന്നോ പറയുന്നുമില്ല. ട്രംപ് പ്രഖ്യാപിച്ച പദ്ധതി ഇങ്ങനെയാണ്: ഗാസയെ അമേരിക്ക ഏറ്റെടുക്കും. അവിടുത്തെ 20 ലക്ഷം ആളുകളെ ഈ 3 രാജ്യങ്ങളിൽ ഒന്നിലേക്ക് അയക്കും. ഗാസയിൽ ഒരു റിയൽ എസ്റ്റേറ്റ് പദ്ധതി നടപ്പിലാക്കും. മണ്ണുമാന്തികൾ കൊണ്ടുവന്ന് ഡൽഹിയിലും മറ്റും നടപ്പിലാക്കിയ കോളനി പൊളിക്കൽ തന്നെയാണ് ട്രംപ് പറഞ്ഞു വരുന്ന ഗാസ പദ്ധതി. അടിയന്തരാവസ്ഥയിലും പിന്നീട് അൽഫോൺസ് കണ്ണന്താനത്തിന്റെ നേതൃത്വത്തിലും ഒക്കെ നടപ്പാക്കിയ ചേരി നിർമ്മാർജ്ജന പദ്ധതിയുടെ വിപുലീകരിച്ച രൂപം. ലോകത്തെ ഏറ്റവും വലിയ ചേരി നിർമ്മാർജ്ജനം മാത്രമല്ല ട്രംപ് നടപ്പാക്കാൻ പോകുന്നത്. ട്രംപ് പ്രോപ്പർട്ടീസ് എന്ന കമ്പനി ലോകത്തെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് പദ്ധതി ഏറ്റെടുക്കുന്നതുമാണ് കാണേണ്ടി വരിക. പലസ്തീനികളെ ഒന്നാകെ കുടിയൊഴിപ്പിക്കുക എന്നത് ഇസ്രായേലികളുടെ ഒരു ഭ്രാന്തൻ സ്വപ്നമായാണ് എല്ലാവരും ഇതുവരെ കരുതിയത്. അത് നടപ്പാക്കുക എന്ന മുഴുഭ്രാന്ത് ഏറ്റെടുക്കുകയാണോ ട്രംപ് എന്നാണ് ഉയരുന്ന ചോദ്യം. തീവ്ര വലതാശയങ്ങളുമായി അധികാരത്തിൽ വരുന്നവരെല്ലാം നാഴികയ്ക്ക് 40 വട്ടം വീതം ഞെട്ടിക്കൽ പരിപാടികൾ നടപ്പാക്കും. അനധികൃത കുടിയേറ്റക്കാരെ വിലങ്ങുവച്ച് സൈനിക വിമാനത്തിൽ കൊണ്ടുവരിക, കേട്ടുകേൾവി പോലുമില്ലാത്ത വിധം 200% നികുതിയൊക്കെ പ്രഖ്യാപിക്കുക,
ഇഷ്ടമല്ലാത്ത ജനതയെ പിഴുതെടുത്ത് മറ്റെവിടെയെങ്കിലും തള്ളുക തുടങ്ങിയവയെല്ലാം 2 മാസത്തിനിടെ ട്രംപ് ആരംഭിച്ച പദ്ധതികളാണ്. അമേരിക്കൻ വംശീയ വമ്പത്തരം പ്രഘോഷിക്കുക എന്നതല്ലാതെ ഇതുകൊണ്ട് മറ്റൊരു ലക്ഷ്യവുമില്ല. ട്രംപും നെതന്യാഹുവും വൈറ്റ് ഹൗസിൽ കൂടിക്കണ്ടപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ പലസ്തീൻ പറിച്ചുനടൽ. അറബ് രാജ്യങ്ങളെല്ലാം ഈ നീക്കത്തെ ശക്തിയുക്തം എതിർക്കുകയാണ്. ഗാസയിൽ തന്നെ പലസ്തീനികളെ പുനരധിവസിപ്പിക്കണം എന്ന കാര്യത്തിൽ അറബ് രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്. രാഷ്ട്രീയമായി വിഘടിച്ചു നിൽക്കുന്നവരെല്ലാം പലസ്തീനികളെ നാടുകടത്തുന്നതിൽ ഒന്നിച്ച് എതിർപ്പറിയിച്ചു കഴിഞ്ഞു. പലസ്തീൻ ഒഴിപ്പിക്കുക എന്ന വിഡ്ഢിത്തവുമായി അമേരിക്ക മുന്നോട്ടു പോയാൽ അത് 3ാം ലോക മഹായുദ്ധത്തിന് തന്നെ കാരണമാകും. സ്പോട്ട് 8 മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.